നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ കൈകൾ ശുദ്ധമെന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. വീണയ്ക്കെതിരെ അന്വേഷണം നടത്തുന്നത് തന്റെ മകളായതുകൊണ്ട് മാത്രമാണെന്ന് പാടിയ പാട്ട് വീണ്ടും വീണ്ടും പാടുകയാണ് പിണറായി. അച്ഛനും മകളും മാത്രമല്ല, ഇപ്പോൾ മരുമകനും മറ്റു ചിലരും സംശയനിഴലിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. ഒന്നാൻ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കമലയുടെ പേര് വരെ കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലത്തെ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ, അതിന്റെ അവസ്ഥ കാണുമ്പോഴൊക്കെ തോന്നുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ED പുറത്തിറക്കിയ പത്രക്കുറിപ്പിനെ വിമർശിച്ചുകൊണ്ട് തന്റെ കൈകൾ ശുദ്ധമെന്ന് ആവർത്തിച്ചുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കോഴിക്കോട് ED നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഹവാല ഇടപാട് വ്യക്തമാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ED കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. എന്നാൽ അത്തരത്തിൽ ED ഇറക്കിയ പത്രക്കുറിപ്പ്, അത്തരമൊരു നടപടി അത് വിചിത്രമെന്നും അത് തന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വീണയ്ക്കെതിരെ അത്തരമൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയതെന്നും ഒക്കെയാണ് നിലവിൽ പിണറായിയുടെ വാദം. എന്നാൽ മടിയിൽ കനമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പിണറായിയുടെ മുട്ടുവിറക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത്. എന്തായാലും ജനം ഈ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയാം, ഒരു ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസ് വർഷങ്ങളായിട്ട് നീണ്ടു പോവുകയാണ്. ചിലപ്പോൾ ജഡ്ജി ലീവ്, ചില സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ലീവ്, ചില സമയത്ത് കേസ് പരിഗണിക്കാൻ സമയമില്ല. അങ്ങനെ പല പല എക്സ്ക്യൂസുകൾ വന്നുകൊണ്ട് ആ കേസ് നീണ്ടു പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 34 തവണയധികം ഈ പറയുന്ന കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ കേസിൽ വിധി വരുന്നത് വരെ അതിലുള്ള പ്രതികളെല്ലാം തന്നെ സുരക്ഷിതരാണ് എന്ന് ചുരുക്കം. അതേപോലെ തന്നെ മാസപ്പടി കേസും തള്ളി മുന്നോട്ട് പോകുമോ എന്നുള്ള സംശയം നിലവിലുണ്ട്. കാരണം അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിണറായി വിജയനാകട്ടെ, വീണ വിജയനാകട്ടെ, ഇവർക്കൊക്കെ തന്നെ നിലവിൽ പോകുന്നത് പോലെ തന്നെ പോയാൽ മതി. ചോദ്യം ചെയ്യൽ നടപടികളിലൊക്കെ ആ സമയത്ത് പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരാം, സുഖമായി ജീവിക്കാം. എന്തായാലും വാർദ്ധക്യകാലമാകുമ്പോഴൊക്കെ ഈ കേസ് ഇങ്ങനെ നീക്കി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു നടപടി ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഈ തട്ടിപ്പ് അങ്ങനെ തുടരാം, അല്ലെങ്കിൽ ഈ തട്ടിപ്പ് കേസ് അങ്ങനെ പൊയ്ക്കോളും എന്ന് ചുരുക്കം. ഈ കാണുന്ന ജനങ്ങളും അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും മണ്ടന്മാരാകുന്ന തരത്തിലായിരിക്കും അത്തരത്തിൽ കേസ് നീട്ടി പോകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ലാവ്ലിൻ കേസിന്റെ ഗതി തന്നെയാണോ മാസപ്പടി കേസിന് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് തന്റെ കൈകൾ ശുദ്ധമാണ്, തന്റെ മകളുടെ കൈകൾ ശുദ്ധമാണ്, തന്റെ മരുമകന്റെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾ അത്തരത്തിൽ ഹവാല ഇടപാടോ മാസപ്പടി കേസിൽ പറയുന്നത് പോലുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിനെ പൂർണ്ണമായും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി രംഗത്തെത്തുന്നത്. അന്വേഷണത്തെ പൂർണ്ണമായും സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഒരു ED ഒരു നടപടി മുന്നോട്ട് വയ്ക്കുമ്പോൾ, ED ഒരു പത്രക്കുറിപ്പ് പുറത്തുവിടുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ പിണറായി രംഗത്തെത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ രംഗത്തെത്തിയപ്പോൾ പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്റെ മകൾ അത്തരത്തിൽ ഹവാല ഇടപാട് ചെയ്തിട്ടില്ല, ഇതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തനിക്കെതിരെ ഉണ്ടായ പ്രതികാര നടപടി, ഇതിനെയൊക്കെ ന്യായീകരണങ്ങൾ, ഇതൊക്കെയാണ് എടുത്ത് ന്യായീകരണമായിട്ട് പറയുന്നത്. മറുവശത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ പറയുന്ന പത്രക്കുറിപ്പിൽ ED ഇറക്കിയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുമായിട്ട് എന്താണ് റിയാസിനും ഈ പറയുന്ന വീണ വിജയനും ഒക്കെയുള്ള ബന്ധം ന്യായീകരിക്കുകയാണെങ്കിൽ അതുകൂടെ ന്യായീകരിക്കണമല്ലോ. അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാതെയാണ് തന്റെ മകൾ അത്തരത്തിൽ ഹവാല ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. എന്തായാലും പത്രസമ്മേളനത്തിന്റെ വിശദീകരണവും ക്യാപ്സ്യൂളും ഒക്കെ ജനങ്ങളും വിലയിരുത്തുകയാണ്. നിലവിൽ തന്റെ കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടാണ് പിണറായി ഇന്ന് പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്. വീണ തന്റെ മകളായതുകൊണ്ട് മാത്രമാണ് EDയുടെ ഭാഗത്തു നിന്ന് വിചിത്ര നടപടികൾ നേരിടേണ്ടി വരുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാദം. തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് EDക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. താനോ മകളോ കുടുംബാംഗങ്ങളോ ഹവാല ഇടപാട് നടത്തിയിട്ടില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. CMRL എക്സാലോജി കേസിൽ ഹവാല ഇടപാട് നടന്നതിന് തെളിവുണ്ടെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിനോടാണ് പിണറായിയുടെ പ്രതികരണം. വീണ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുള്ള ആളാണ്, ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ നൽകാൻ തയ്യാറുമാണ്. എല്ലാം സംശുദ്ധമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ കൈകൾ ശുദ്ധമെന്നിരിക്കുകയും അവർ വീണ്ടും വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നു. കറക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അതിന് നോക്കണ്ട.
എൻ്റെ മകളാണ് എന്നതിലാണോ ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ള ചോദ്യവും പിണറായിയുടെ ഭാഗത്ത് നിന്ന്. എൻ്റെ മകളായതിനാൽ വിചിത്ര നടപടികളാണ് നേരിടേണ്ടി വരുന്നത്. സാധാരണ ED വാർത്താക്കുറിപ്പ് ഇറക്കുന്നത് പോലുമല്ല, പക്ഷേ ഈ വിഷയത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് എന്നൊക്കെയാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്. ഞാനോ മകളോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്കെതിരെയും CBI അന്വേഷണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസ് മീറ്റ് തുടരുന്നു. 1996 ഒരാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് 2-3 കോടി തന്നു എന്നതായിരുന്നു ആരോപണം. ഇത് തെറ്റെന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ തന്റെ മകൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ് ഇപ്പോഴെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഹവാല ഇടപാടിന് തെളിവുണ്ട് എന്നും അത് ലഭിച്ചു എന്നും ആ തെളിവ് ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത്. കേസിൽ വീണയുടെ ഭർത്താവ് മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLA സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും അടക്കം കഴിഞ്ഞ ദിവസം 9 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. പരിശോധനയിൽ ഹവാല ഇടപാടുകളിലൂടെ പണം കൈമാറിയതിന് തെളിവ് ലഭിച്ചതായി ED റിപ്പോർട്ടിൽ പറഞ്ഞു. ഏതാനും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തതായാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 20.5 കോടിയുടെ ഇടപാട് നടന്നെന്നാണ് വിവരം. മെയ് 27 നടത്തിയിട്ടുള്ള റെയ്ഡിൽ വീണയുടെ കൈപ്പടയിലുള്ള ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ ചില വ്യക്തികളുടെ പേരും അവരുമായി നടത്തിയിട്ടുള്ള പണമിടപാടുകളും ദുബായിലേക്കുള്ള പണമിടപാടും അടക്കമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിർഹത്തിലും രൂപയിലുമാണ് ഇടപാടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 3.49 ലക്ഷം ദിർഹം, ഏകദേശം 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് ഈ രേഖയിലൂടെ വ്യക്തമായതെന്നാണ് ED വ്യക്തമാക്കുന്നത്. വീണയിൽ നിന്നുള്ള പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഒരു സിം കാർഡിന്റെ ചിത്രമുണ്ട്. മറ്റൊരു വ്യക്തിയുടെ പേരിൽ എടുത്ത ഈ സിം വൈഫൈ റൂട്ടറിനായാണ് ഉപയോഗിച്ചിരുന്നത്. ഈ സിം ഇന്റർനെറ്റ് കോളുകൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നത് സംശയിക്കുന്നു എന്നും ED പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. മെയ് 27 നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത വീണയുടെ ഡയറിയിൽ പരാമർശിക്കപ്പെട്ടവരുടെയും വീണയ്ക്ക് സിം കാർഡ് നൽകിയ വ്യക്തികളുടെയും ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടന്നതെന്ന് ED പറയുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ P നിഖിലിന്റെ ഫ്ളാറ്റ്, KCK ഡെന്റൽ ഉടമയും റിയാസിന്റെ സഹപാഠിയുമായിട്ടുള്ള ഷൈലജിന്റെ അപ്പാർട്ട്മെന്റ്, കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ TTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള N നന്ദുലാൽ എന്നിവരുടെ വീട് എന്നിവിടങ്ങളിലൊക്കെ തന്നെയാണ് 9ഓളം സ്ഥലത്തായിട്ട് കഴിഞ്ഞ ദിവസം പരിശോധനകൾ നടന്നിരുന്നത്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ED പരിശോധന നടത്തിയതെന്ന് വിവരങ്ങളുണ്ടായിരുന്നു. കണ്ടുകെട്ടിയ വസ്തുക്കളിൽ നിന്ന് വരുമാനത്തിൽ കവിഞ്ഞ പണം വീണ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത് തെളിഞ്ഞു എന്നാണ് ED പറയുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഷോൺ ജോർജും രംഗത്തെത്തി. പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ച് പോകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ചിട്ടുള്ള അഴിമതിയുടെ തുടർച്ചയാണ് ഇതെന്നും ഈ അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയിരുന്നതെന്നുമാണ് ഷോൺ ജോർജ് ആവർത്തിച്ചത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും അന്വേഷണം തികച്ചും ശരിയായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. പുറത്തു വന്ന പണമിടപാട് രേഖകൾ തന്റേതല്ലെന്ന് പറയാൻ വീണ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടി. കമ്പനിക്കെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. അന്വേഷണ ഏജൻസിയായ EDയുമായി താൻ ഒരു ഘട്ടത്തിലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിലും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൂടെയും അന്വേഷണ പുരോഗതി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് താൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഹവാല മാർഗം പണം കടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ വിഷയത്തിൽ CPM നേതൃത്വം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാകണം. ഇത് കേവലം സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിച്ച ഷോൺ ജോർജ്
ഇപ്പോൾ നടക്കുന്നത് റിയാസിനെതിരായ റെയ്ഡല്ല എന്നും വീണ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ അന്വേഷണമാണ് എന്നും ചൂണ്ടിക്കാട്ടി. ഒരു സേവനവും നൽകാതെ മകൾക്ക് കോടികൾ പണം നൽകിയത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുള്ള കൈക്കൂലിയാണെന്ന് മുൻപ് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വരുന്നതെന്നും ഈ വിവരങ്ങൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെ വെറും വാദങ്ങൾ മാത്രമാണെന്നും തന്റെ കൈകൾ യഥാർത്ഥത്തിൽ ശുദ്ധമെന്നും ആവർത്തിക്കുകയാണ് പിണറായി.